MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 21 ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ട് സുപ്രീം കോടതി. അപെക്സ് കോടതി തീരുമാനത്തിന്റെ ഭാഗമായി ജഡ്ജിമാരുടെ മുഴുവൻ സ്വത്ത് വിവരങ്ങളും സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാക്കിയതായി കോടതി അറിയിച്ചു. സുപ്രീം കോടതിയിലെ 33 ജഡ്ജിമാരിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 21 ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങളാണ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ജഡ്ജിമാരുടെ വ്യക്തിഗത സ്വത്ത് വിവരങ്ങളും പങ്കാളികളുടെയും മറ്റ് ആശ്രിതരുടെയും പേരിലുള്ള ആസ്തിയുടെ വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പരസ്യപ്പെടുത്തുവാനുള്ള ഏപ്രിൽ 1 തീരുമാനപ്രകാരമാണ് ഇന്നലെ രാത്രിയോടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നീറ്റ് പരീക്ഷയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി പിടിയിലായ സംഭവത്തിൽ ഇത് തയ്യാറാക്കി നൽകിയ അക്ഷയ സെന്റർ ജീവനക്കാരിയെ പോലീസ് പിടികൂടി. നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരി തിരുപ്പുറം സ്വദേശി ഗ്രീഷ്മയാണ് പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. 4 മാസം മുൻപാണ് ഗ്രീഷ്മ നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്ററിൽ ജോലിക്ക് കയറിയത്. സംഭവത്തിൽ ആദ്യം പിടിയിലായ വിദ്യാർത്ഥി DR ജിത്തു കുറ്റക്കാരനല്ലാത്തതിനാൽ കേസിൽ നിന്നും ഒഴിവാക്കുവാനുള്ള റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. അതിർത്തിയിൽ പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ. തുടർച്ചയായ 12ാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വെടിവയ്പുണ്ടായി. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്ദാർ, നൌഷേര, സുന്ദർബാനി, അഖ്നൂർ മേഖലകളിലാണ് വെടിവയ്പുണ്ടായത്. പാകിസ്ഥാന് ഉചിതമായ തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു. മെയ് 6 പുലർച്ചെയും 5 അർദ്ധരാത്രിയിലുമായി നിയന്ത്രണ രേഖയുടെ സമീപത്ത് പാക് പ്രകോപനം ഉണ്ടായിയെന്ന് പ്രതിരോധ വക്താവ് അറിയിക്കുകയായിരുന്നു. ജമ്മു കാശ്മീരിലെ 7 അതിർത്തി ജില്ലകളിലെ 5 ജില്ലകളിലാണ് വെടിവയ്പ് നടന്നത്. സാംബ, കത്വ ജില്ലകളിലെ അതിർത്തികളിലൊഴികെ ഇന്ന് പുലർച്ചെയും ഇന്നലെ അർദ്ധരാത്രിയിലുമായി വെടിവയ്പ് ഉണ്ടായിരുന്നു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു. എന്നെപ്പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പൂരലഹരിയിൽ തൃശൂർ. വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്കുള്ള കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തിന് തുടക്കമായി. രാവിലെ 6:45 ചെമ്പൂക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെടും. ഇക്കുറി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത്. തുടർന്നാണ് ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങളുടെ വരവ്. വൈകിട്ട് 5:30 കാഴ്ചയുടെ വിസ്മയമായ കുടമാറ്റം. ഇന്ത്യൻ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തതായി പാക് ഹാക്കർമാർ. എക്സ് പോസ്റ്റിലൂടെയാണ് പാക് ഹാക്കർമാരുടെ അവകാശവാദം. പാകിസ്ഥാൻ സൈബർ ഫോഴ്സ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു പാകിസ്ഥാൻ ഹാക്കർ ഗ്രൂപ്പാണ് ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനങ്ങളിൽ നുഴഞ്ഞുകയറി തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തിയതായി അവർ അവകാശപ്പെടുന്നത്. ഇന്ത്യൻ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ്, മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ് എന്നിവ ഹാക്ക് ചെയ്തതായി സംഘം അവകാശപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ ഹാക്കിംഗ് അവകാശവാദം. ഇന്ത്യൻ അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നീക്കത്തിന് തയ്യാറെടുത്ത രാജ്യം. സംസ്ഥാനങ്ങൾക്ക് സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. മെയ് 7 സമഗ്രമായ മോക്ക് ഡ്രില്ലുകൾ നടത്തുവാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ, സിവിലിയന്മാർക്കും വിദ്യാർത്ഥികൾക്കും സംരക്ഷണ സിവിൽ ഡിഫൻസ് പ്രോട്ടോക്കോളുകളിൽ പരിശീലനം, ക്രാഷ് ബ്ലാക്ക് ഔട്ട് നടപടിക്രമങ്ങൾ നടപ്പിലാക്കൽ എന്നിവയിലാകും മോക്ക് ഡ്രിൽ നടത്തുക. രാത്രിയിൽ നടന്ന നാടകീയ രംഗങ്ങൾക്കും പ്രതിഷേധത്തിനുമിടെ ഓൺലൈൻ ചാനലായ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായ ഷാജൻ സ്ക്രിയയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടപ്പനക്കുന്നിലെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഉടുപ്പ് ധരിക്കുവാൻ പോലും അനുവദിക്കാതെ കസ്റ്റഡിയിലെടുത്ത് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയ ഷാജൻ സ്കറിയയ്ക്ക് രാത്രി വൈകി ഉപാധികളോടെ ജാമ്യം ലഭിച്ചു. അപകീർത്തികരമായ വാർത്ത നൽകിയെന്നാരോപിച്ച് മാഹി സ്വദേശി ഗാന വിജയൻ നൽകിയ പരാതിയിലാണ് നടപടി. തിങ്കളാഴ്ച രാത്രി 9 അറസ്റ്റ്.
വിവാദങ്ങൾക്ക് ശേഷം ഇടുക്കി വാഴത്തോപ്പിൽ സർക്കാരിന്റെ എന്റെ കേരളം വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത റാപ്പർ വേടൻ തന്റെ ചില കാര്യങ്ങൾ അനുകരിക്കരുതെന്നും തന്നെ ഉപദേശിക്കുവാൻ ആരുമില്ലായിരുന്നുവെന്നും ആരാധകരോടായി വേടൻ പറഞ്ഞു. എന്റെ നല്ല ശീലങ്ങൾ കണ്ടു പഠിക്കുകയെന്ന് വേടൻ. ഞാൻ നിങ്ങളുടെ മുന്നിലാണ് നിൽക്കുന്നത്, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നന്ദിയെന്നും പറഞ്ഞ വേടൻ സർക്കാരിന്റെ നന്ദിയും അറിയിച്ചു. തന്നെ തിരുത്തുവാനും തിരുത്തപ്പെടാനുമുള്ള സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. വേടൻ എന്ന വ്യക്തി പൊതുസ്വത്താണ്, താൻ ഒരു പാർട്ടിയുടെയും ആളല്ല. നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ, വേടൻ പറഞ്ഞു. വേദിയിൽ വൻ കയ്യടികളോടുകൂടിയായിരുന്നു വേടൻ എത്തിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.